മനുഷ്യമക്കളെക്കുറിച്ച് ദൈവം കാത്തുസൂക്ഷിച്ച വലിയ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ക്രിസ്തുനാഥൻ്റെ മനുഷ്യാവതാരം. ദൈവപുത്രനിലൂടെ മനുഷ്യ സമൂഹവുമായുള്ള ബന്ധത്തിൽ നിർണായകമായൊരു അധ്യായം രചിച്ച ദൈവം സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പാലം പണിതീർക്കുകയായിരുന്നു. വിശ്വസിക്കുവാൻ സന്നദ്ധരായവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി തൻ്റേതു മാത്രമായ ഒരു സമൂഹത്തിന് രൂപം നൽകിയ ഈശോ ഇന്നും സഭയാകുന്ന ആ കുടുംബത്തിൽ നാഥനായി വാഴുന്നു. ഓരോ നിമിഷവും സവിശേഷമായ ഇടപെടലുകളിലൂടെയും കരുതലിലൂടെയും അവിടുന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ആ സമൂഹത്തിൽ തൻ്റെ പ്രതിപുരുഷന്മാരായ അഭിഷിക്തരെയും നേതാക്കളെയും അവിടുന്ന് നിയോഗിക്കുന്നു. അവരുടെ വിലയേറിയ ദൈവവിളികളിലൂടെ തൻ്റെ പ്രിയ ദൈവജനത്തെ അവിടുന്ന് മുന്നോട്ട് നയിക്കുന്നു. വ്യത്യസ്തമായ നേതൃപാടവം കൊണ്ടും പ്രവർത്തന മികവുകൊണ്ടും ശ്രദ്ധേയനായ ഒരു ഇടയൻ. തനിക്ക് പ്രിയപ്പെട്ട ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനായി ദൈവം നിയോഗിച്ച ശുശ്രൂഷകൻ. സാംസ്കാരിക തനിമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച നാട്ടിൽ ലാളിത്യം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ജീവിതം. ഇരിങ്ങാലക്കുട രൂപതയെയും ഒപ്പം ഒരു വലിയ സമൂഹത്തെയും പടുത്തുയർത്തിയ ഇരിങ്ങാലക്കുട രൂപതയുടെ വലിയ ഇടയൻ മാർ ജെയിംസ് പഴയാറ്റിൽ വിവരണങ്ങൾക്ക് അതീതനാണ്. 1978 രൂപം കൊണ്ട ഇരിങ്ങാലക്കുട രൂപതയെ ഒന്നുമില്ലായ്മയിൽ നിന്നും വളർത്തി വലുതാക്കി തനതായൊരു സാംസ്കാരിക തനിമയോടും ശക്തമായ സാമൂഹിക ഇടപെടലുകളോടും ആത്മീയ ദർശനങ്ങളോടും കൂടി ഇന്നത്തെ അവസ്ഥയിലെത്തിക്കുവാനുള്ള ദൈവിക പദ്ധതിയിൽ വിശ്വസ്തനായൊരു പങ്കാളിയായി അദ്ദേഹം മാറുകയായിരുന്നു. എക്കാലവും പൂർണ്ണവിധേയത്വത്തോടെ ദൈവ തിരുമുൻപിൽ സമർപ്പിക്കപ്പെട്ട ഈ ജീവിതത്തെ ദൈവം എടുത്തുപയോഗിച്ച അനുഭവങ്ങൾ വിസ്മയനീയമാണ്. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ കുടുംബ പശ്ചാത്തലം തുടങ്ങി ജനനം മുതൽ ദൈവം അദ്ദേഹത്തിനായി ഒരുക്കിയ സാഹചര്യങ്ങൾ ശക്തനായ ഒരു അഭിഷിക്തനെ തനിക്കായി രൂപപ്പെടുത്തുന്നതിന് പര്യാപ്തമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ പക്വമായ ആത്മീയതയും സഭയിലും സമൂഹത്തിലും ശക്തമായി ഇടപെടുന്നതിനുള്ള അവസരങ്ങളും നൽകിക്കൊണ്ട് ദൈവം സവിശേഷമായ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു കുടുംബം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെയും ദേവദാസൻ ജോസഫ് ഇതയത്തിൽ അച്ഛൻ്റെയും പുണ്യജീവിതങ്ങൾ മാതൃകയായി മാറിയ പുത്തൻചിറയിലെ ബാല്യകാലം. കുടുംബത്തിൻ്റെയും ദേശത്തിൻ്റെയും പാരമ്പര്യങ്ങൾ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിന് പകർന്നു നൽകിയ ബോധ്യങ്ങൾ ചെറുതല്ല. പിതാവേ, അനവധി വിശുദ്ധന്മാർക്ക് ജന്മം നൽകിയിട്ട് പുത്തൻചിറയിലാണല്ലോ ജനനം. അപ്പോൾ കുട്ടിക്കാലമൊക്കെ ഒന്ന് എങ്ങനെയാണ് പിതാവ് ഓർത്തെടുക്കുന്നത്? ഞാൻ ജനിച്ചത് പുത്തൻചിറയാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു. എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പാരമ്പര്യവും വിശ്വാസതീക്ഷ്ണതയും മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന ഒരു കുടുംബത്തിൽ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യത്തെ കാര്യം പറയുകയാണെങ്കിൽ 1789 പോലും ഒരു വൈദികൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ട്, പഴയ കുടുംബത്തിൽ നിന്ന്. അതും പ്രസിദ്ധനായ വൈദികൻ തന്നെയായിരുന്നു. സഭാചരിത്രത്തിൽ പ്രാർത്ഥനയുണ്ട് താനും. കൊടുങ്ങല്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു കാനിസ്റ്റ് ഉപദേശമായിരുന്നു അദ്ദേഹം. ഇട്ടിച്ചെറിയത് പഴയാറ്റിൽ. അദ്ദേഹം വാസ്തവത്തിൽ ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത്, അതെ, ടിപ്പു ആക്രമണകാലത്ത് പുത്തൻചിറയിൽ നിന്ന് 5 അച്ഛന്മാരും കുറേയേറെ കുടുംബങ്ങൾ, 1000ഓളം ആളുകളടങ്ങുന്ന കുടുംബങ്ങൾ കാടുകളിൽ പോയി താമസിച്ചിട്ടുണ്ട് ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്നിട്ട്.
അപ്പോൾ കുറേ പേര് അവിടെ മരിച്ചു, ദീനം പിടിച്ചോ അല്ലാതെയൊക്കെ ആയിട്ട്. ആ കൂട്ടത്തിൽ ഈ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് 1789 ടിപ്പുവിൻ്റെ ആക്രമണം. ഞങ്ങളുടെ പള്ളി തീ വെച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പുത്തഞ്ചിറ പള്ളി. ആ കാലത്തും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുത്തുനിറയിൽ തന്നെ പ്രസവ വൈദ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പരമ്പരാഗത വൈദ്യരുള്ള ഒരു കുടുംബമാണത്. വേറെ വൊക്കേഷൻ ധാരാളമൊക്കെ ഉണ്ട്. മിഷനിലൊക്കെ പോയിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ അവിടെ നിന്നുണ്ട്. അപ്പം അങ്ങനെ സാമാന്യം നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് വലിയൊരു ഭാഗ്യം കാണുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറാണെന്നുണ്ടെങ്കിൽ ഒരു വൈദ്യനായിരുന്നു, നിലകൾ സ്വീകാര്യ വൈദികൻ. എൻ്റെ ഫാദർ ഫാർമറാണെങ്കിലും ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു, കച്ചവടം. പക്ഷെ അതേസമയം തന്നെ എൻ്റെ ഫാദറും എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ പറഞ്ഞാൽ അവരുടെ വോയിസ് കേൾക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ടായിരുന്നു. അവർ സ്വാർത്ഥയോട് നീങ്ങയില്ല, വ്യൂഹത്തിൽ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ മതിപ്പ് ജനങ്ങളുടെ ഇടയിൽ അവരെക്കുറിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് വലിയൊരു ഭാഗ്യം കാണുകയാണ്. മാത്രമല്ല, ഞാൻ ജനിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഫാദർ ഇടവപ്പള്ളിയിൽ കൈക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ വിചാരിച്ചും കഴിഞ്ഞാൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെനിക്ക് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. കാരണം ഞാൻ ജനിക്കുന്ന പകൽ സമയത്താണ് താനും. അപ്പോൾ അമ്മ വീട്ടിൽ പ്രസവിക്കുന്ന കാര്യം അവിടേക്ക് ആളെ അയച്ചാണ് പള്ളിയിലേക്ക് ന്യൂസ് കൊടുക്കുന്നത്. ഞാൻ ബിഷപ്പായി വന്നതിന് ശേഷം പള്ളികളെല്ലാ കൈക്കാരും വിളിച്ചാൽ മീറ്റിംഗ് നടത്താറുണ്ട്. അങ്ങനെ നടക്കുന്ന അവസ്ഥ പറഞ്ഞ അഭിമാനത്തിൽ നിങ്ങൾ കാണുമ്പോൾ സന്തോഷ വീഴ്ച രംഗമുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ ഫാദർ ആ പുത്തുഞ്ഞിറയുടെ പേരിൽ കൈക്കാരനായിരുന്നു. കൈക്കാരൻ്റെ മകനാണ്. അതെ അതെ, അത് ഞാൻ അഭിമാനം വീക്ഷിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ ബാല്യകാലം ഏറെ അനുഗ്രഹീതമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതൃവിയോഗത്തിൻ്റെ അഗാധ ദുഃഖത്തിൽ നിബദിച്ചുവെങ്കിലും ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിലുണ്ടായിരുന്ന അടിയുറച്ച ദൈവാശ്രയ ബോധം ആ കുറവിനെ അതിജീവിക്കുവാൻ ശക്തി പകർന്നു. ആ പ്രായത്തിൽ തന്നെ ഈശോയിൽ ശരണം പ്രാപിച്ച് ജീവിതത്തിൽ മുന്നേറുവാനുള്ള അസാമാന്യമായ ആത്മീയ ബോധ്യങ്ങളും വിശ്വാസവും അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നത് പിൽക്കാലത്തൊരിക്കലും കൈമോശം വന്നില്ല. ഞാൻ 2 പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ മരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്തുണ്ട്. അമ്മയുടെ സംസ്കാരത്തിന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല എങ്കിലും ഡെഡ് ബെഡ് വീട്ടിൽ കൊണ്ടുപോകുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ആ മഞ്ചിതല റോസഭൂഷണം കാര്യങ്ങളുടെ ഓർമ്മ കാണുന്നു. അപ്പോൾ അമ്മ അത്ര ചെറുപ്പത്തിൽ മരിച്ചു പോയപ്പോൾ ആ നിസ്സഹായ അവസ്ഥയിൽ എൻ്റെ ശരണം മുഴുവനും ഈശോയിലായിരുന്നു. ഈശോ തിരുഹൃദയത്തിൽ തന്നെയായിരുന്നു. വീട് തിരുഹൃദയ രൂപം നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഈശോയുടെ പ്രത്യേക ഒരു പ്രാർത്ഥന ലഭിച്ച് ഓർക്കുകയാണ്. ആ പ്രാർത്ഥന അന്നും ഇന്നും എൻ്റെ വലിയൊരു ശക്തിയാണ്. വളരെ ശരണം നൽകുന്ന ഒരു പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന ഞാൻ പലർക്കും സന്തോഷം കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇനി ഞാൻ വളർന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയപ്പോൾ എൻ്റെ ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് മദർ അവരങ്ങേറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ വളർച്ച കാര്യത്തിൽ. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അങ്കിൾ, അപ്പൻ്റെ ഇളയ അനുജൻ, അദ്ദേഹം ബോംബെയിലായിരുന്നു. അദ്ദേഹം മാരേജ് ചെയ്തിരുന്നുവെങ്കിലും ആ ഇളയമ്മ വീട്ടിൽ തന്നെയായിരുന്നു അപ്പാപ്പൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട്. ആ ഇളയമ്മ എനിക്ക് അമ്മയെപ്പോലെ എല്ലാ കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. ദാറ്റ് വാസ് എ ഗ്രേറ്റ്. അമ്മയുടെ സ്ഥാനത്ത് ഇളയമ്മ അവിടെ ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ദൈവം അദ്ദേഹത്തിന് കനിഞ്ഞു നൽകിയ ഏറെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ യാദൃശ്ചികമായി രൂപപ്പെട്ടിട്ടുള്ള അത്തരം സൗഹൃദങ്ങളാണ് ആ ജീവിതത്തെ വലിയ ദൈവകൃപയ്ക്ക് നിദാനമായി മാറുവാൻ സഹായിച്ചത്. ബാല്യകാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീന ശക്തിക്ക് വലിയ ഉദാഹരണമാണ് ഈ ജീവിതം. വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ ഏറെ ആത്മാക്കളെ
നല്ല ബന്ധങ്ങളിലൂടെ ദൈവം വാർത്തെടുക്കുമെന്ന് പിതാവിൻ്റെയും ബാല്യകാല സുഹൃത്തുക്കളുടെയും ജീവിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഐ ഹാഡ് സം ഗുഡ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ജനിച്ച വീടുണ്ടല്ലോ, ആ ജനിച്ച വീടെന്ന് പറഞ്ഞാൽ അതിന് വളരെ സൗകര്യമുള്ള വീടാണ്. 4-8 കയ്യാലും കാര്യങ്ങളൊക്കെ വലിയ വീടാണ്, ഒക്കെ ഉണ്ട്, വലിയ വീടാണ്. അതിൻ്റെ തട്ടിന് മുകളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ സൗകര്യമാണ് അവിടെ പഠിക്കാനായിട്ട്. പക്ഷെ ഭാഗം വെച്ച് വന്നപ്പോൾ ആ വീടിന് അങ്കിളിന് കിട്ടുന്നു. അപ്പൻ്റെ അനുജൻ റെയിൽവേ ഓഫീസറുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ ഫാദർ കുറച്ചുകൂടി തെക്കോട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പോഴുള്ള പുത്തുഞ്ഞിറ ഫൊറോന പള്ളിക്കും ഈ 2 കല്ലറകളുള്ള ആ കോൺവെൻറ്റിനും ഇടയ്ക്കാണ്. അപ്പോൾ വാസ്തവത്തിൽ ആത്മീയമായ ഒരു ചൈതന്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് ജനിക്കാനും മുന്നോട്ട് പോകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ ഭാഗ്യമാണ്. എന്നെ ക്ലോസായിട്ട് അനുധാവനം ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സ് 3 പേരുണ്ട്. അതൊന്ന് തൊട്ട് തെക്കേ വീട്ടിലെ അവർ 13 മക്കളുടെ കുടുംബമാണ്. വലിയ കുടുംബമാണ്. അതെ, തൊട്ട് പാനികുളത്തിൻ്റെ അതിലൊരു ഇതുവന്നെകൾ 2 വയസ്സ് കൂടുതലാണെങ്കിൽ തന്നെ പഠിക്കാൻ മിടുക്കനാണ്, സൽസ്വഭാവിയാണ്. അവരൊരു ഞങ്ങൾ ക്ലാസ്സിൽ പോവുക. അതുപോലെ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ പാവുണ്ണി എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ, ഈസ് ഓൾസോ ഓഫ് ഗുഡ് ക്യാരക്ടർ. ചേട്ടൻ നല്ലതാണ്. ഇവരൊക്കെ വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഏറെ ചൈതന്യം നൽകിയ വ്യക്തികളാണ്. എൻ്റെ ബാല്യകാലത്ത് വേണ്ടി പറയുകയാണെന്ന് വെച്ചാൽ, എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഒന്നിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ 5 സ്ത്രീകളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 5 പേരും സിസ്റ്റേഴ്സായി. കുറേ അകലിൽ നിന്ന് 2 പേര് വന്നിട്ട് എൻ്റെ ഫാദറുടെ ഇളയ പെങ്ങൾ അവരും കൂട്ടിയാണ് കൊണ്ടുപോവുക. അപ്പോൾ എന്നെയും കൂട്ടി കൊണ്ടുപോകും. ഒരു കവലയിൽ വരുമ്പോൾ വേറെ സ്ഥലത്ത് വരെ വേറെ 2 പേരും കൂടി ജോയിൻ ചെയ്യും. ഈ 5 പേരും സിസ്റ്റേഴ്സായി എന്നുള്ളതാണ്. പിന്നീട് 2 പേര് CMC-ക്കാരായി, 2 പേര് ഹോളി ഫാമിലിക്കാരായി, ഒരാൾ FCC ആയി. ഞാനാണെന്ന് കൊച്ചു പയ്യൻ ബിഷപ്പുമായി. ഇതാണ് തമ്പുരാൻ്റെ പണി. അപ്പോൾ സാമാന്യം നല്ലൊരു കമ്പനിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചത് വലിയ സന്തോഷമായിരുന്നു. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ ബാല്യകാല വിദ്യാഭ്യാസവും ഏറെ സവിശേഷതകളോട് കൂടിയതും അനുഗ്രഹസമ്പുഷ്ടവും ആയിരുന്നു. പിതാവിൻ്റെ കുടുംബാംഗത്താൽ തന്നെ സ്ഥാപിതമായ പ്രൈമറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാരംഭം. ആ കാലത്ത് അവിടെ മാനേജറായിരുന്നത് ദേവദാസൻ ജോസഫ് വിധേയത്തിലച്ഛനായിരുന്നു. വിധേയത്തിലച്ഛനുമായി ഉണ്ടായിരുന്ന സമ്പർക്കവും അദ്ദേഹത്തോടൊപ്പമുള്ള അനുഭവങ്ങളും പിതാവിൻ്റെ മനസ്സിൽ ഇന്നും ഊഷ്മളവും അനുഗ്രഹീതവുമായ ഓർമ്മകളായി സൂക്ഷിക്കപ്പെടുന്നു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതവും വിധേയത്തിലച്ഛൻ്റെ ഇടപെടലുകളുമെല്ലാം തൻ്റെ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അവിടെയുള്ള LP സ്കൂൾ ഇപ്പോൾ +2 ആയി കഴിഞ്ഞിട്ടുണ്ട്. ആ LP സ്കൂൾ ഞങ്ങൾ വീട്ടുകാരുടെ സ്കൂളായിരുന്നു. അതെ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ബ്രദർ ഫേമസ് ഒരു അച്ഛൻ കൂടിയായിരുന്നു, പീറ്റർ പഴയാറ്റിൽ. അദ്ദേഹത്തിന് ഞാൻ സ്കൂള് സ്കൂൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദർ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. പിന്നീട് വാഴ്ത്ത മറിയം ത്രേസ്യയും ദേവദാസൻ ജോസഫ് വിധേയത്തിലച്ഛൻ ഒത്തിരി കാര്യം ചെയ്യുന്ന കണ്ടിട്ട് അവർ വിശ്വാസം എടുത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ താല്പര്യം എടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്ത സ്കൂള്. എൻ്റെ പ്രൈമറി സ്കൂളിങ് അവിടെയാണ്. അതെ, അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിൻ്റെ മാനേജർ ഈ ജോസഫ് വിധേയത്തിലച്ഛനാണ്. അതിന് ബ്ലെസ്സിങ് കിട്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളൂ. ഞാൻ സെമിനറി ചേരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. സെമിനറി ചേർന്ന് പട്ടം കിട്ടി വൈദികനായി 4 കൊല്ലം കഴിയുമ്പോഴാണ് അദ്ദേഹം 99 വയസ്സ് മരിച്ചു പോകുന്നത്. 99 വയസ്സിൽ അതിന് കുർബാനയ്ക്ക് കൂടുമായിരുന്നു. അദ്ദേഹം പണ്ഡിതനാണ്, വിശുദ്ധനാണ്. പരമ്പരാഗതമായ ഭക്താഭ്യാസങ്ങൾക്ക് അങ്ങേറ്റം പ്രാധാന്യം കൽപ്പിച്ചവരാണ് വാഴ്ത്ത മറിയം ത്രേസ്യയാകട്ടെ ഈ ജോസഫ് വിധേയത്തിലാകട്ടെ. എന്ന് വെച്ചാൽ ദിവ്യകാരുണ്യ ഭക്തി, തിരുഹൃദയ ഭക്തി, പീഡാൻ ഭക്തി, പരിസമ്മേളന ഭക്തി, ഇതൊക്കെ ധാരാളം അവർക്കുണ്ടായിരുന്നു. അതിനേക്കാളേറെ മറ്റുള്ള ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് കുടുംബ പ്രേക്ഷിത അങ്ങേറ്റം പ്രാധാന്യം പ്രത്യേകത കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രമേണ ഈ കുടുംബ പ്രേക്ഷിതം എന്നത് മുഖ്യമായ ആദർശം ക്യാരിസമാക്കിക്കൊണ്ട്
തിരുഗുണ സൈന്യ സമൂഹം ആ നാട്ടിൽ തുടങ്ങിയത്. തുടങ്ങുകയും ചെയ്തു. ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അതിനുശേഷം നമ്മളിപ്പം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബാക്കിയുള്ള വിദ്യാഭ്യാസമൊക്കെ എവിടെയാണ് നിർവഹിച്ചത്? പിന്നെ ഞാൻ പഠിക്കുന്നത് തുമ്പൂർ സ്കൂളിലാണ്. തുമ്പൂർ യു പിയും ഹൈസ്കൂളും അവിടെ തന്നെയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഞാൻ പ്രൈമറി വിടുമ്പോൾ തന്നെ ഏതാണ്ട് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു. ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം മിക്കവാറും എല്ലാ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ആയി നീങ്ങിയിട്ടുണ്ട്. ഒരു ക്ലാസ് പോലും മുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. അന്ന് ഒരു ട്യൂഷനില്ല, ഒരു ഗൈഡ് ബുക്കില്ല, അല്ലെങ്കിൽ വാസ്തവം പറഞ്ഞ സ്ട്രൈക്കൊന്നും അവിടെ ഇല്ല, സമരമില്ല, ഇല്ല. അപ്പോൾ വാസ്തവത്തിൽ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. അതുപോലെ അധ്യാപകരൊക്കെ നല്ല അർപ്പണ മനോഭാവത്തോടെ കാര്യങ്ങൾ എടുക്കുകയും പഴയ അധ്യാപകരൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. നല്ല ഓർമ്മയുണ്ട്. ഏത് വിഷയമായിരുന്നു ഏറ്റവും ഇഷ്ടം വിദ്യാർത്ഥി? മാത്സ് ആയിരുന്നു. മാത്തമാറ്റിക്സ് ആയിരുന്നു. മാത്സ് അതിൽ എപ്പോഴും ഞാൻ ഫസ്റ്റ് ആയി നിൽക്കാറുണ്ട്. മറ്റു വിഷയങ്ങളിൽ മിക്കവാറും ഫസ്റ്റ് ആകാറുണ്ട്. ഐ സ്റ്റഡ് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇൻ ദ ക്ലാസ് ഇൻ ദ സെൻ. ഇനി SLC ഞാൻ പാസ്സാകുമ്പോൾ അന്ന് 32% മാത്രം സ്റ്റേറ്റിൽ അവർ പാസ്സുള്ളൂ. 32 മാത്രം. 62% ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അതിൽ ഹയസ്റ്റ് മാർക്ക് എനിക്ക് തന്നെയായിരുന്നു. ജനനത്തിനു മുൻപേ ദൈവമറിഞ്ഞ് സവിശേഷ ശ്രദ്ധ നൽകി രൂപം കൊടുത്ത ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ദൃശ്യമാവുക ശക്തമായ ദൈവപരിപാലനയുടെ നിമിഷങ്ങളാണ്. മാനുഷികവും അമാനുഷികവുമായ ഒട്ടേറെ ഇടപെടലുകളിലൂടെ ദൈവം അദ്ദേഹത്തെ വഴി നടത്തിക്കൊണ്ടിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഏറെ ഗൗരവത്തോടെ തൻ്റെ മേലുള്ള ദൈവവിളിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അക്കാലത്ത് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ ഇടയായതായിരുന്നു തുടക്കം. അവിടെ വെച്ച് പരിചയപ്പെട്ട ചില വിശുദ്ധരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാതൃകകളായി മാറി. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരെക്കുറിച്ചുള്ള ദൈവേഷ്ടം അവിടുന്ന് വെളിപ്പെടുത്തുന്നത് പലപ്പോഴും മാനുഷികമായ പക്വതയ്ക്ക് അതീതമായൊരു ഘട്ടത്തിലായിരിക്കുമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു കുഞ്ഞു ഹൃദയത്തിൽ ഉദിക്കുന്ന ഒരാശയം പോലും ദൈവിക പ്രേരണയാലായിരിക്കാമെന്ന ബോധ്യം പലപ്പോഴും മാതാപിതാക്കൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിധികളായി മാറേണ്ടവയാണ് തിരുസഭയ്ക്ക് ദൈവം സമ്മാനിക്കുന്ന വിശുദ്ധ ജീവിതങ്ങൾ. ഇത്തരം പുണ്യജന്മങ്ങളിലൂടെ ഒട്ടേറെ ആത്മാക്കൾ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കപ്പെടുക എന്നത് മഹത്തായ ദൈവിക പദ്ധതിയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ 3 ചെറുപ്പക്കാരായി വിശുദ്ധരെ പ്രത്യേകം ചിത്രീകരിച്ചുകൊണ്ട് ആ ധ്യാനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അങ്ങേയറ്റം പതിഞ്ഞിട്ടുണ്ട്. സെൻറ്റ് സ്റ്റെനിസ്ലസ് കോസ്ക, സെൻറ്റ് ജോൺ ബെർക്ക്മൻസ്, സെൻറ്റ് അലോഷ്യസ് ഗൊൺസാഗ, ഇവർ 3 ഒരു ജെസ്യൂട്ട് സെയിൻസാണ്. ഒരാൾ മൈൻസ്ഫുള്ളായിരിക്കും മരിക്കുന്നു, ഒരാൾ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കും മരിക്കുന്നു, ഒരാൾ ഡീക്കനായിരിക്കും മരിക്കുന്നു തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഫോർമേഷൻ വ്യത്യസ്ത ഘട്ടത്തിൽ മരിച്ചുപോയി ഇവരൊക്കെ വിശുദ്ധരായല്ലോ. അവരെ അനുകരിച്ചുകൊണ്ട് വിശുദ്ധരാണെന്ന ആഗ്രഹം പണ്ട് എനിക്കുണ്ട്. ആ ധ്യാനത്തിൽ കിട്ടിയൊരു ആവേശമായിരുന്നു അതിട്ട്. ആരാണ് ധ്യാനം നടത്തിയെന്ന് ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. അന്ന് കുട്ടിയാണ്. അതെ, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈശോഭിച്ചാരണം അത് വിശുദ്ധനാണ് ആഗ്രഹം കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. മൊത്തം എത്ര മക്കളാണ്? 4 മക്കൾ. ഞാൻ 3ാമത്തെ മകനാണ്. അവർ 2 ജ്യേഷ്ഠന്മാരുണ്ട്. എന്നെ താഴെ ഒരു പെൺകുട്ടിയാണ്. അവൾ ടീച്ചറായിരുന്നു. അവൾ മരിച്ചു. ഇപ്പോൾ അവരൊക്കെ മരിച്ചുപോയി. ഞാൻ മാത്രമേ നിന്നുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുക, ഇന്നത്തെ ഒരു സിസ്റ്റമാണ് അന്നുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ 2 അതിനപ്പുറം വേണം ചിന്തിച്ചിട്ട് ഞാൻ ഉണ്ടാകാൻ വരുന്നില്ല. ഞാൻ 3ാമത്തെ സന്താനമാണല്ലോ. വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം. അല്ല, എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിലല്ല ഞാൻ ജനിച്ചത്, എൻ്റെ അപ്പം വീട്ടിൽ തന്നെയാണ്. അത് അന്നത്തെ അവസ്ഥ ഒരു വലിയ വ്യത്യസ്തമായ കാര്യമാണ്. കാരണം മൂത്തവർ 2 പേരും അമ്മ വീട്ടിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ തറവാട്ടിൽ തന്നെ ജനിച്ചു എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതൊരു ദൈവനിയോഗം. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ സെമിനാരി ചേരുന്നത് വരെ, ഫിലോസഫി പഠിച്ച് കഴിയുന്നത് വരെ
ഈ ജനിച്ച വീട്ടിൽ തന്നെയായിരുന്നു. അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് ശേഷമാണ് ഞാൻ മറ്റു വീടായിട്ട് കൂടുതൽ അടുപ്പത്തിൽ വന്നിട്ടുള്ളൂ. ഭാവിയിലേക്ക് ദൈവം കരുതി വച്ചിരുന്ന മഹത്തായ പദ്ധതികളിലേക്കായി അവിടുന്ന് തന്നെ ഒരുക്കിക്കൊണ്ടുവന്ന ഒരു ബാല്യമായിരുന്നു ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റേത്. തനതായ കുടുംബ പാരമ്പര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും പകർന്നു നൽകിയ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്നോട് ചേർന്നു നിൽക്കുന്നവരെ ദൈവമൊരിക്കലും അവഗണിക്കുന്നില്ല. അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ദൈവം സമ്മാനിച്ച നേട്ടങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഒരിക്കലും മുറിയാത്ത ഒരു പ്രാർത്ഥനാ മനോഭാവം തന്നെയായിരുന്നു എന്ന് തീർച്ച. അപ്പോൾ ഞാൻ തുമ്പൂരാണ് UP-യിൽ പഠിക്കുന്നു, ഹൈസ്കൂൾ പഠിക്കുന്നു. അവിടെ പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഞാൻ അവിടെ അടുത്തുള്ള കോൺവെൻ്റ് ഉണ്ട്, അവിടെ ചാപ്പിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. ആ പ്രാർത്ഥനകൾക്ക് എൻ്റെ കൂടെ വേറെ ചില കുട്ടികൾ വരുമായിരുന്നു, മറ്റു കുട്ടികൾ. അതെ, എൻ്റെ മാതൃ കണ്ടിട്ടും ഈ പ്രാർത്ഥന ശക്തി കണ്ടിട്ടും പലരും ഒന്ന് അങ്ങനെ ഒരു എക്സാമ്പിൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമായിക്കോട്ടെ, ഹൈസ്കൂളിലായിക്കൊള്ളട്ടെ, പിന്നീട് സെമിനാറിലോ കോളേജൊക്കെ ആയിക്കൊള്ളട്ടെ, എൻ്റെ വാക്കുകളൊക്കെ വളരെ കുലീനത്തുള്ള വാക്കുകളായിരുന്നു. അനാവശ്യ ഒരു വാക്ക് ഞാൻ പറയുകയില്ല. ഇറ്റ് ഈസ് ലൈക്ക് ദറ്റ്. അതൊരു നൊബിലിറ്റിക്കാരൻ എന്നെ കിട്ടുന്ന അറിയില്ല. അതൊരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. ആരെയും ഉപദ്രവിക്കാറില്ല, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഇറ്റ് വാസ് ലൈക്ക് ദറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു മതിപ്പ് എന്നെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നു താനും. ഇറ്റ് ഈസ് ലൈക്ക് വിദ്യാർത്ഥിയായിരുന്നു. അതെ അതെ. ചെറുപ്പം മുതൽ തന്നെ ആ ഹൃദയത്തിൽ മുളപൊട്ടിയിരുന്ന ദൈവിക ശുശ്രൂഷയോടുള്ള അഭിനിവേശത്തിന് 10ാം ക്ലാസ് കഴിയുമ്പോഴും കോട്ടം തട്ടിയിരുന്നില്ല. ഏറെ പക്വതയോടെ ചിന്തിച്ചിരുന്ന പിതാവിൻ്റെ അപ്പച്ചൻ പഠിക്കുവാൻ ഏറെ മിടുക്കനായിരുന്ന തൻ്റെ മകനു മുന്നിൽ ലോകത്തിൻ്റെ സാധ്യതകളെയെല്ലാം അവതരിപ്പിച്ചു. പൂർണ്ണമായ ബോധ്യത്തോടെ വേണം അവൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നിരിക്കണം. എന്നാൽ തൻ്റെ മുന്നിൽ നിരന്ന മറ്റൊരവസരങ്ങളിലും ആകൃഷ്ടനാകാതിരുന്ന ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവ് ദൈവിക ശുശ്രൂഷയിൽ തന്നെ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞു 5 പഠിക്കുന്ന സമയത്ത് ഈശോ ചേർന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അന്ന് പോകരുതെന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയാണെന്നുകൊണ്ട് അന്ന് പോകണ്ട എന്ന് പറഞ്ഞു. 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്കറിയാം നന്നായിട്ട് പഠിക്കും, എന്തായാലും ഷുവർ നല്ല മാർക്കിട്ട് പാസ്സാകും, ഇനി എന്താണ് എൻ്റെ ഫ്യൂച്ചർ. അത് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ഫാദർ എൻ്റെ ബ്രദേഴ്സിനെയും എൻ്റെ അങ്കിൾസിനെയും ഒക്കെ വിളിച്ചു, എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ മുമ്പിൽ എല്ലാ ജീവിതാവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, എല്ലാ ജീവിതത്തുറകളെക്കുറിച്ച് പറഞ്ഞു തന്നു. ഇപ്പോൾ പാരൻസ് പറഞ്ഞ് ചിന്തിക്കുക, എൻ്റെ മകൻ എൻജിനീയർ ആകണം, എൻ്റെ മകൻ ഡോക്ടർ ആകണം. അതും പറയുന്നുണ്ട്. ഡോക്ടറോ എൻജിനീയറോ സാമൂഹ്യ പ്രവർത്തകനോ അധ്യാപകനോ പൊളിറ്റീഷ്യനോ ഇതൊക്കെ എടുത്ത് ജീവിതാവസ്ഥ പലത് എനിക്ക് അതുള്ളത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം നിരത്തി പറയുകയാണ്, മോനെ നീ എന്താ ആഗ്രഹം ചോദിക്കുകയാണ്. നമ്മുടെ ഇഷ്ടം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം വൈദികനാകണമെന്ന് പറഞ്ഞു. കുറച്ച ആഗ്രഹം. അതെ, കുറച്ച് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ സെമിനാറിൽ ചേരാനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന 3 ആൺകുട്ടികൾ ഹയസ്റ്റ് മാർക്കുള്ള 3 പേരും കൂടി അപ്ലിക്കേഷൻ അയച്ചു, ഒരു മിഷണറി ആകാൻ ആഗ്രഹിച്ചിട്ട് ഓരോരുത്തരും. ഓ, ഈ മിടുക്കന്മാരായ ആളുകളില്ല. അത് ശരി. എനിക്ക് ഹയസ്റ്റാണ്, സെക്കൻഡ് ഹയസ്റ്റും വേറൊരുത്തരുണ്ട്. പക്ഷേ അവർക്ക് ഞങ്ങൾക്ക് 3 പേർക്കും ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ ഫാദറോട് പറയുകയാണ്, അപ്പനെ ഏതായാലും വൈദികനെ അനുവദിച്ചല്ലോ, ഒരു മിഷണറി വൈദികനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയും എടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കരയാൻ തുടങ്ങി. വൈദികന് സന്തോഷമാണ്, പക്ഷെ കേരളം വിട്ടെങ്ങും പോകരുത്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ 4 കൊച്ചുമക്കളും എൻ്റെ അടുത്തുണ്ടാവണം. ഇതാണ് അപ്പൻ്റെ അന്നത്തെ ആഗ്രഹം. അതെ. ഇനി മിഷനിലേക്ക് പോകുന്ന കാര്യത്തിൽ അപ്പം കരഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അപ്പനെ സങ്കടപ്പെടുത്തി പോകണ്ട മോൻ,
എവിടെയായാലും ലത്തീനോ പഠിക്കേണ്ടതെന്ന് നമ്മുടെ മനസ്സിലായിരുന്നോ. അങ്ങനെയാണ് തൃശ്ശൂർ മനസ്സിലാൻ പ്ലാൻ ഇടുന്നത്. അനാദിയിൽ തന്നെ തൻ്റെ പ്രിയ സമൂഹത്തിൻ്റെ വളർച്ചയിൽ നിർണായക ഭാഗമാകുവാനായി ദൈവം നിശ്ചയിച്ച ഒരഭിഷിക്തൻ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ആ ശുശ്രൂഷകന് ഒരു രൂപവും ഭാവവും നാമവും നൽകപ്പെട്ടു. തൻ്റെ സൃഷ്ടാവിനോടുള്ള വിശ്വസ്തതയിൽ പൂർണ്ണമായി അവിടുത്തേക്ക് വിധേയപ്പെട്ട് ജീവിതം സമർപ്പിച്ച ആ അഭിഷിക്തൻ അതുല്യമായ ഒരു ദൈവിക പദ്ധതിയിൽ പങ്കാളിയായി മാറി. അത് ഒരു ജനതയുടെ കൂടി ഭാഗമായി മാറിയപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് കൂടി ദൈവം ആ ദേശത്ത് കൂട്ടിച്ചേർത്ത് നൽകി. ഏറെ ആത്മാക്കളുടെ ദൈവസാക്ഷാത്കാരത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേദിയൊരുക്കിക്കൊണ്ട് ഒരുപാട് ശുശ്രൂഷകരും അവരെ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവജനവുമായി ഇന്ന് ലോകത്തിന് മാതൃകയായി മുന്നേറുന്നു. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച ഈ ശുശ്രൂഷകന്റെ ജീവിതയാത്ര തുടരുന്നു. പ്രാർത്ഥനാപൂർവം ആ ജീവിതത്തെ നമുക്കും അനുയാത്ര ചെയ്യാം. ഏതാണ്ട് എല്ലാവരുടെയും ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് തന്നെ അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു എത്രയോ ആഗ്രഹിച്ചു വന്നതാ. ഈ ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പ് തന്നെ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട് താനും. ഇപ്പോഴും പരീക്ഷയ്ക്ക് നന്നായി എഴുതിയിരിക്കുന്നു. പുറത്താണ്. ആണല്ലോ. അപ്പോൾ ഞാൻ റെക്ടറിന് പറഞ്ഞു, എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ റെക്ടർ നിന്ന് പിതാവിനോട് പറഞ്ഞു. പിതാവിൻ്റെ ഇളയമ്മയുടെ മകളാണ് ഈ ഡോക്ടർ സണ്ണിയുടെ അമ്മ, പഴയത്തിന്. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരൊക്കെ അറിയും, എൻ്റെ ഇളയപ്പനെ അറിയും, എൻ്റെ അമ്മായിമാർ സിസ്റ്റേഴ്സിനൊക്കെ അറിയാം. പിതാവ് അപ്പോൾ വസ്തുവിൽ കണക്കിന് എന്നാദ്യമായിട്ട് കാണുകയായിരിക്കാം, പക്ഷെ വീട്ടുകാർ പലരും നന്നായിട്ട് അറിയുന്നതാണ്. ആ ഇനീഷ്യേറ്റീവിൽ തുടക്കത്തിൻ്റെ ഇല്ലായ്മയിൽ പലതും ബിൽഡപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തന്നെ. ഇത് അങ്ങനെ 1ാം സെമിനാറിൽ എല്ലാവരും ഒരു 150 പേരുണ്ടെന്ന് വിചാരിക്കുക. പേപ്പൽ സെമിനാറിൽ 150 പേരുണ്ടാകാം. എല്ലാവരും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിനോബിലി കോളേജ് ജെസ്യൂട്ട്സിനുണ്ട്.